നാട്ടുകാരെ ഓടി വരണേ അവർ ബുർജ് ഖലീഫ വാങ്ങിച്ചേ, നാട്ടുകാരെ ഓടി വരണേ അവർ ഡീക്യൂനെയും ടോവിനോനെയും കൊണ്ടുപോയേ, നാട്ടുകാരെ ഓടി വരണേ അവർ സണ്ണി ചേച്ചിയെ അകത്താക്കിയേ. ഇതിപ്പോ എനിക്ക് വട്ടായതാണോ അതോ കേൾക്കണം നിങ്ങൾക്ക് കിളി പോയതാണോ എന്ന് തോന്നുന്നുണ്ടോ? അല്ല വല്ലൂസ്, അല്ല. നമ്മളിപ്പോ ഈ പറഞ്ഞതിന്റെ പൊരുൾ അറിയണമെങ്കിൽ നേരെ വിട്ടോ നമ്മുടെ 5 വിളക്കിന്റെ നാട്ടിലെ അലിയുടെ കടയിലേക്ക്. അപ്പൊ ഗായ്സ്, എന്നെ ഫോളോ മീ. ചങ്ങനാശ്ശേരി പെരുന്ന ജംഗ്ഷനിൽ നിന്നും ചന്ദനക്കുടം നടക്കണ നമ്മുടെ പുതൂർ മുസ്ലിം പള്ളിയിലേക്ക് പോണ വഴിക്ക് ദാ ഇക്കാണണ മിനാരത്തിന്റെ താഴെ കൂടെ അങ്ങ് വെച്ച് പിടിച്ചാൽ ഇവിടെ അലീഖാന്റെ കടയിലെത്താം. എത്തിയാ പിന്നെ കിളി പോകുമെന്ന കാര്യത്തിൽ നോ ഡൗട്ട്. ചേട്ടാ ഒരു സണ്ണി, ഒരു രമേശും സുരേഷും, ഇക്ക ഒരു 7 മല പൂഞ്ചോല എന്നൊക്കെ കേട്ടാൽ ആരുടെ കിളിയാണ് പാറാത്തത്? ഹേ, എന്താണെന്ന് ആലോചിച്ച് നിങ്ങൾ സീൻ ഡാർക്ക് ആക്കണ്ട. ഇപ്പറഞ്ഞതൊക്കെ ഓരോരോ കുലുക്കിയുടെയും ഷേക്കിന്റെയും വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് കൂൾ ഡ്രിങ്ക്സിന്റെയും പേരാണിഷ്ട. അതിർത്തിയിൽ പട്ടാളക്കാർ നുഴഞ്ഞു കയറുന്നത് പോലെ നുഴഞ്ഞു കയറി അപ്പുറത്തെത്തിയപ്പോഴല്ലേ കേട്ടറിവിനേക്കാൾ വലുതാണ് അലീഖാന്റെ മാജിക് എന്ന സത്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. കുഞ്ഞൻ കുഞ്ഞാലി, ഷാജി പാപ്പന്റെ പിങ്കി, ജമ്പനും തുമ്പനും, രമേശും സുരേഷും, ഹൈദരാലി മരക്കാർ, ഉമ്മച്ചുകുട്ടി, അങ്ങനെ നീളണ പേര് കേൾക്കുമ്പോ തന്നെ ടേസ്റ്റ് ചെയ്യാൻ തോന്നുമെന്നതിൽ നോ ഡൗട്ട്. എന്തിനാ ഇതൊക്കെ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഒരു ദിവസം വയറ് കാലിയാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നോളി എന്നായിരുന്നു നമ്മുടെ അലീഖാന്റെ റിപ്ലൈ. അത് പച്ച പരമാർത്ഥം മാത്രമാണെന്ന് അവസാനം മനസ്സിലായി. എന്തിനാ ഞാനായിട്ട് കുറയ്ക്കുന്നേ? ഒട്ടും വെയിറ്റ് കുറയാത്ത ഒരു ഓർഡർ ഞാനും ഇട്ടു. ചേട്ടാ 1 കിമോത്തി അൽബാനി പ്ലീസ്. ഓരോ വെറൈറ്റിയും ഒരു 1.5 വെറൈറ്റി എന്ന് പറയാതെ വയ്യ. ക്വാണ്ടിറ്റി ആണ് സാറേ ഇവരുടെ മെയിൻ. നല്ല ഒന്നാം തരം യമണ്ടൻ ഗ്ലാസ്സിൽ കിട്ടുന്ന DQവോ സണ്ണി ചേച്ചിയോ തട്ടിയാൽ വയർ ഫിൽഡ്. നല്ല ഐസ് ഇട്ട് കുളിർപ്പിച്ച് തരണ ഏതേലും ഒരെണ്ണം തട്ടിയാൽ മതി, പിന്നെ ഫ്ലാറ്റ്. അങ്ങനെ നമ്മുടെ കിമോത്തി അൽബാനി വന്നു കഴിഞ്ഞു. എന്റെ പൊന്നടാവേ, ഒരു രക്ഷയില്ലാട്ടോ. അതിന്റെ മേക്കിങ്ങും കിടു, പ്രസന്റേഷനും കിടു. നാ ഒരു കിങ് കോബ്ര കൂടി പോന്നോട്ടെ ചേട്ടാന്നായി ഞാൻ. ആ ഐസ്ക്രീം സൈഡിൽ പിടിപ്പിച്ച് ഒരു ഡാർക്ക് ഫാന്റസിയും പൊടിച്ചിട്ട് അതിനകത്തുള്ള ആ ചോക്ലേറ്റ് ഫില്ലിംഗ് അങ്ങ് തൂവി കൊടുത്താലുണ്ടല്ലോ, കിങ് കോബ്ര റെഡി. ഇനി ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞ് ചക്ക് ചക്ക് എന്നുള്ള കസ്കസും ആഡ് ചെയ്ത് ഐസും പൊട്ടിച്ച് പിന്നെ ആ ട്രേഡ് മാർക്ക് കണ്ടന്റും ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇച്ചിരി ഓറഞ്ച് ജ്യൂസും ഇച്ചിരി മാംഗോ ജ്യൂസും ചേർത്ത് കൊടുത്തൊരു പിങ്ക് കളറും കൂടി വന്നാൽ ഇവിടെ സണ്ണി ചേച്ചി റെഡി. ഇനി അതൊരു നീല കളറാണേലോ DQ ആയി, അതൊരു പിങ്ക് ആണേലോ ടോവിനോയോ ആയി. എന്നാണേലും ഇത്രയും ആയപ്പോ തന്നെ വയറൊരു സീനാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിന്റെ ഇടയിൽ മൊന്തയിലെന്തോ ആൾക്കാർ മോന്തുന്നത് കണ്ട കൗതുകം കൊണ്ട് ചോദിച്ചപ്പോഴാണ് അറിയണത് വെറും നാരങ്ങ വെള്ളമാണത്. അവിടെ മൊന്തയിലാണത്രേ അത് കൊടുക്കുക. എന്താണെങ്കിലും ഇവരുടെ പ്രസന്റേഷന്റെ കാര്യം പറയാതെ വയ്യ. ഈ മാജിക് ഒക്കെ വിരിയണ കലവറയിലേക്ക് ചെന്നപ്പോഴാണ് അതിലും രസം. കറക്റ്റ് 3 പേർക്ക് നിന്ന് തിരിയാനുള്ള സ്പേസിലാണ് ഈ കണ്ടതൊക്കെയും അവർ ചെയ്തു കൂട്ടുന്നത്. കഴിഞ്ഞില്ല, ഇവരെല്ലാ വീക്കിലും ഓരോ സ്പെഷ്യൽ വീതം കണ്ടുപിടിക്കും. അത് അവരുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ടോ അവരുടെയും കൂടി അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അവർ ആ വെറൈറ്റീസിനെ ഒന്ന് മോടി പിടിപ്പിക്കും. അന്ന് നൈറ്റ് അവർ ആ സ്പെഷ്യൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓൾമോസ്റ്റ് ആ മെമ്പേഴ്സ് ഒക്കെ വന്ന് ആ സ്പെഷ്യൽ ട്രൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ അലീക്കയുടെ കൂൾ ഐറ്റംസ് മാത്രമല്ല, അലീക്ക തന്നെ വെറൈറ്റിയാണ് മക്കളെ, വെറൈറ്റിയാണ്. അലീക്കക്ക് ഇത് മാത്രമല്ല, ഇച്ചിരി മാറി അതേ ലൈനിൽ തന്നെ വേറെയും ഒരു കുഞ്ഞു കടയുണ്ട്, ഉമ്മച്ചിക്കുട്ടി. അവിടുത്തെ സ്പെഷ്യൽ പക്ഷേങ്കിൽ കരിക്ക് ഷേക്ക് ആണ് കേട്ടോ, നല്ല കിടുക്കാച്ചി കരിക്ക് ഷേക്ക്. നമ്മുടെ അലീക്കയുടെ ഉമ്മാടെ പൊടിക്കയാണ് ഉമ്മച്ചിക്കുട്ടിയുടെ മാനുഫാക്ചറിങ് ട്രിക്ക്. അങ്ങനെ ബുർജ് ഖലീഫ കണ്ടു, സണ്ണി ചേച്ചിയെ കണ്ടു, DQവിനെയും ടോവിനോനെയും കണ്ടു, എന്തിന് കിങ് കോബ്രയെയും 7 മല പൂഞ്ചോല വരെ അടുത്ത് കണ്ടു. പക്ഷെ എല്ലാം അകത്താക്കാനുള്ള ശേഷി മാത്രമില്ലായിരുന്നു. എനിവേ, അതെന്തായാലും നെക്സ്റ്റ് ടൈം. എന്താണെങ്കിലും വെറൈറ്റി പിടിക്കാൻ നോക്കണവർ ഒന്നുകൊണ്ടും മടിക്കേണ്ട, നേരെ പൊക്കോണം നമ്മുടെ അലിയുടെ കടയിലേക്ക്.